സിന്ദൂറിന് ശേഷം വീണ്ടും തലപൊക്കി പാക് ഭീകരത. തോക്കും തിരകളുമായി അറസ്റ്റിലായ വനിതാ ഡോക്ടർ ജെയ്ഷെ മുഹമ്മദ് വനിതാ വിഭാഗത്തിന്റെ ഇന്ത്യയിലെ നേതാവ്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ആയുധങ്ങളുമായി അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് ദില്ലി പോലീസ്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനുള്ള ചുമതല ഇവർക്ക് നൽകിയിരുന്നതായി ദില്ലി പോലീസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയ അസ്ഹർ നയിക്കുന്ന ജെയ്ഷെ ന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൾ മൊമനാത്തിന്റെ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ ചുമതല ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാദിയ അസ്ഹറിന്റെ ഭർത്താവ് യൂസഫ് അസ്ഹർ കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു. മെയ് 7 ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇയാൾ കൊല്ലപ്പെട്ടു. അതേസമയം ദില്ലിയിൽ നടന്ന കാർ സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്തെ വ്യാപകമായി ഭീകരവാദ ബന്ധമുള്ളതുമായി സംശയിക്കുന്ന 4 ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി പേരെയാണ് സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. ഇതോടൊപ്പം വൈറ്റ് കോളർ ടെററിസം എന്ന പദപ്രയോഗം വീണ്ടും ചർച്ചയാവുകയാണ്. സ്ഫോടനത്തിന് മുമ്പ് തന്നെ ഭീകരവാദ ബന്ധമുള്ളവരെന്ന് സംശയിക്കുന്ന 4 ഡോക്ടർമാരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുജറാത്ത് ഗാന്ധിനഗറിനടുത്ത് അദലാജിൽ നിന്നാണ് ഡോക്ടർ അഹമ്മദ് മൊയ്തീൻ സയ്യിദിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 3 തോക്കുകൾ, ഓസ്ട്രേലിയൻ ഗ്ലോക്ക് പിസ്റ്റളുകൾ കൂടാതെ വെടിയുണ്ടകളും പിടികൂടി. പോലീസ് റെയ്ഡിൽ ജൈവ ആയുധമായ റിസിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന 4 ലിറ്റർ ആവണക്കെണ്ണയും കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം സയ്യിദ് ദില്ലി, ലക്നൌ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ വിഷം കലർത്തി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും IS ബന്ധമുള്ള സംഘത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതായും പോലീസ് പറയുന്നു. ജമ്മു കാശ്മീരിൽ നിന്നുള്ള മറ്റൊരു ഡോക്ടറെ ഹരിയാനയിൽ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും 350 കിലോ അമോണിയം നൈട്രേറ്റും 2 അസോൾട്ട് റൈഫിളുകളും സഹിതം പിടികൂടി. ജമ്മു കാശ്മീരിൽ നിന്നുള്ള 3ാമത്തെ ഡോക്ടർ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയെ പ്രശംസിച്ച പോസ്റ്ററുകൾ പതിച്ചതിനായി ലക്നൌവിൽ നിന്ന് അറസ്റ്റിലായത്. അറസ്റ്റിലായവരിൽ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളുമാണ് എന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തി. ഇത് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന പേരിൽ അന്വേഷണം നടത്തുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സാങ്കേതികമായി പരിശീലനം ലഭിച്ച സാമൂഹിക നിലയിൽ സ്വാധീനമുള്ളവർ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇതിനെ വൈറ്റ് കോളർ ഭീകരവാദം എന്ന് വിളിക്കുന്നത്. ജൈവ ആയുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. ASയുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നെന്ന് ATS ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സുനിൽ ജോഷി സ്ഥിരീകരിച്ചു. റെസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷങ്ങളിലൊന്നാണ്. രുചിയില്ലാത്തതും വാസനയില്ലാത്തതുമായ ഇതിനെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാലും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഈ ജൈവായുധം ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാനായിരുന്നു ഭീകരർ പ്രധാനമായും ലക്ഷ്യമിട്ടത്.